ബിഗ് ബോസ് തമിഴ് സീസൺ 8 അങ്ങനെ വിജയ് സേതുപതിയെ ഹോസ്റ്റാക്കിക്കൊണ്ട് ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ 18 കണ്ടസ്റ്റൻസ് ആണ് വീടിനകത്തേക്ക് പോയത്. അതിൽ തന്നെ 3 പേര് നമ്മുടെ മലയാളം സീസണുകളിൽ നിന്ന് പല പ്രാവശ്യങ്ങളായിട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ഓഡിഷൻ ഗോൾ പോയിട്ടുള്ള മലയാളികൾക്കിടയിൽ ഒരുപാടധികം ഫെമിലിയർ ആയിട്ടുള്ള 3 കണ്ടസ്റ്റൻസ് ഇതാ കൺഫേംഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ ഭാഗമായിട്ട് മലയാളികളായിട്ട് പോയ 3 കണ്ടസ്റ്റൻസ് ആരാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, അൻഷിത അഞ്ചി. സീരിയൽ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു പേരായിരിക്കും നമ്മുടെ കൂടെവിടെ സീരിയലിലെ സൂര്യ എന്ന കഥാപാത്രം അവതരിപ്പിച്ച അൻഷിത അഞ്ചിയെ. തീർച്ചയായിട്ടും അൻഷിത അഞ്ചി അത്യാവശ്യം ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലും ഒരുപാട് പ്രാവശ്യമായിട്ട് അൻഷിത അഞ്ചി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഈ പറയുന്ന അൻഷിത അഞ്ചി. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 5ഉം 6ഉം ആയിട്ടുള്ള ഈ പറയുന്ന സീസണുകളിലൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ഈ സീസണുകളിൽ നിന്ന് ഓഡിഷൻ ഗോളൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അൻഷിത അഞ്ചി. പക്ഷേ എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസണിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ചെല്ലമ്മ എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഒരു വേഷം അഭിനയിക്കുന്ന അൻഷിത അഞ്ചി ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 8 തമിഴിലേക്ക് കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി ഇപ്പോൾ സീസണിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് മറ്റാരുമല്ല, ഐശ്വര്യ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അതേ വ്യക്തി തന്നെയാണ് നമ്മുടെ ലാലേട്ടനൊപ്പവും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാടധികം ആക്ടേഴ്സിന്റെ ഒപ്പം ഒരുപാടധികം സിനിമകൾ മലയാളത്തിൽ ചെയ്യാനായിട്ട് ഐശ്വര്യക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു അഭിനേത്രി ആയിരുന്നു. അതുപോലെ തന്നെ പാരിജാതം എന്നുള്ള സീരിയലിൽ ഒരു ശക്തമായിട്ടുള്ളൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീരിയലിലും സിനിമകളിലൊക്കെ ആയിട്ട് ഒരുപാടധികം വേഷങ്ങൾ അവതരിപ്പിച്ച ഐശ്വര്യയെ നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 8 തമിഴിലേക്ക് കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് മറ്റാരുമല്ല, ഷലിൻ സോയ. ഷലിൻ സോയ ഒരു മലയാളിയാണ്. പുള്ളിക്കാരത്തി ബിഗ് ബോസ് മലയാളം സീസൺ 8 തമിഴിലേക്ക് കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ സീസണിലേക്ക് പോയിട്ടുണ്ട്. മലയാളം സീസൺ 5ലും 6ലൊക്കെ ആയിട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ഓഡിഷൻ ഗോളൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടോ മലയാളം സീസണുകളിൽ പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന ഷലിൻ സോയക്ക് സാധിച്ചിട്ടില്ല. മലയാളം സീരിയലുകളിലും സിനിമയിലൊക്കെ ഒരു സജീവ സാന്നിധ്യമായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ തമിഴ്, ഹിന്ദി, തെലുങ്കു ഈ പറയുന്ന ഭാഷകളിലും ഒരുപാടധികം സിനിമകൾ ഷലിൻ സോയ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 തമിഴിലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മലയാളികൾക്കിടയിൽ നിന്ന് 3 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ സീസണിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും തമിഴ് സീസൺ 8 കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ മലയാളത്തിൽ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് തമിഴ് സീസൺ 8ന്റെ കണ്ടസ്റ്റൻസിനും വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തമിഴിൽ നിന്ന് നമ്മുടെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വരുന്ന കണ്ടസ്റ്റൻസിന് അവിടെ നിന്ന് വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സീസൺ 6 ശ്രീധുവിന്റെ കേസ് എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 6 വരെയും ശ്രീധു വരാനായിട്ടുള്ള ഒരേ ഒരു കാരണം തമിഴ് ഓഡിയൻസിന്റെ ആ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അൻഷിത ആയാലും ഐശ്വര്യ ആയാലും അതുപോലെ തന്നെ ഷലിൻ സോയ ആയാലും ഇവരുടെ 3 പേരുടെയും ആ ഒരു ബിഗ് ബോസിൽ നിൽക്കുന്നത് അടിപൊളിയായിട്ടാണെങ്കിൽ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം തമിഴ് ഓഡിയൻസിന്റെ പക്കൽ നിന്ന് വളരെ വലിയൊരു സപ്പോർട്ട് പെട്ടെന്നൊന്നും ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കിട്ടത്തില്ല. അപ്പോൾ ഈ 3 പേർക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വോട്ട് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്